ഗായ്സ്, എന്നൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? ഇന്നത്തെ ഞാനിപ്പോൾ പറയാം അടുക്കളയിൽ വൈകിട്ടത്തേക്കുള്ള ഡിന്നർ ശരിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്മയ്ക്ക് വയ്യാതിരിക്കുമായിരുന്നു. അന്നേരം അമ്മയുടെ അടുത്തുനിന്ന് പോയായിരുന്നു. പനിയായിട്ട് 2 ദിവസം അമ്മയ്ക്ക് ലീവായിരുന്നു. അമ്മ ജോലിക്ക് പോകണം. അപ്പോൾ പനി കാരണം അമ്മയെ കാണാൻ പോയിട്ട് വന്ന വഴിക്ക് നല്ലൊരു സാധനം കറി വെക്കാൻ കിട്ടി. നല്ല പൊടിപൊടിപ്പെടാതിരിക്കുന്നു. വലുതുകൊണ്ട് ചെറുതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് ഇഷ്ടം. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് റയാൻകൂട്ടം ഫുട്ബോൾ കളിക്കാൻ പോയിക്കോട്ടെ. ഈ മഴയാറാൻ പോകും. അന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകും. ട്യൂഷന് പോകണം 5:30. അന്നേരം ഞാൻ എന്നാ പറയാൻ വന്നേ, നമ്മുടെ ഒരു സാധനം കിട്ടിയിരുന്നു. എന്നാ സാധനം ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്കത് സ്പെഷ്യലായിട്ടൊന്ന് കറി വെക്കണം. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ സാധനം ഇതാണ്, കക്കാറച്ചി. ഇത്രയും ചെറിയ കക്കാറച്ചി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ മണ്ണാർക്കാട് ബൈപ്പാസ് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഒരു ചേട്ടൻ താറാമുട്ട, നമ്മുടെ കക്കാറച്ചിയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് ടേബിളിട്ട് വിൽക്കുന്നതാണ്. ഞങ്ങൾ സ്ഥിരം അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അടിപൊളി കക്കാറച്ചിയാണ്. രാവിലെ കൊണ്ടുവരും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തീരും. ഇന്ന് 3 സൈസ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ചെറുത്, വലിയ വലുത്, മീഡിയം സൈസ്. ഇതിന് 160 രൂപ. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തേക്ക് ഇതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ശരിയാക്കിയാലോ? ഇത്രയും സവോള, വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് കാണിക്കാവേ. തൊലിയെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും സവോള എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു സവോളയെ കക്കാറച്ചിക്ക് ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ വൈകിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചാറുകറിയൊന്നുമില്ല. അപ്പോൾ മുട്ട റോസ്റ്റും കക്കാറച്ചി ഫ്രൈയുമാണ് നമുക്കിന്ന് വൈകിട്ടത്തേക്ക് അത്താഴത്തിന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പം വെളുത്തുള്ളി, സവോള, ഇഞ്ചിയൊക്കെ സെറ്റാക്കിയിട്ട് കാണാം. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ കക്കാറച്ചിയെല്ലാം നല്ലതായിട്ട് കഴുകിക്കൊണ്ട് വന്നു. നമുക്കത് ഇതിപ്പോൾ കറി വെക്കാൻ പോവാം. അപ്പോൾ ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട്. കൊച്ചൊരു ഉരുളിയുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഉരുളി ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കടുകൊക്കെ ഇടാം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം ഞാൻ മിക്സിക്കകത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കല്ലുക്കുട്ടി എൻ്റെ കയ്യിലിരിക്കുവാണ്, അതുകൊണ്ടാണ് ലാഗാകുന്നത്. അപ്പോൾ അതേ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അന്നേരത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം തട്ടാം. നമ്മുടെ കടുകിടാം. കടുകിട്ടു. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. നിങ്ങൾക്കറിയാലോ കക്കാറച്ചി എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ അത് കുറച്ച് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവോളയും കൂടെ ഇടാം. സവോളയും കൂടെ ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും ഗരം മസാലയും അവസാനവും ചേർക്കുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാലോ. അപ്പം നമ്മൾ അങ്ങോട്ട് കറി വെക്കുക. റോസ്റ്റിനുള്ള മുട്ട നല്ല കഴുകി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. മുട്ട വെന്തുകൊണ്ടിരിക്കുന്നു. താറാമുട്ട ഇച്ചിരി വേവ് കൂടുതലായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. കക്കാറച്ചി വെന്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഈ സാധാരണ കടു കൊടുക്കുന്നത് മാത്രം